ഹായ്, കെ പി എസ് വോയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ പലരും ചതിയന്മാരായിരിക്കും അല്ലെങ്കിൽ കള്ളം പറയുന്നവരാവും, അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ എന്ത് ചെയ്യാൻ സാധിക്കും, അതുപോലെ അവരുടെ ചതികളിൽ പെടാതെ രക്ഷപ്പെട്ട് നിൽക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കള്ളം പറയുന്നത് അഥവാ ചതി ചെയ്യുന്നത് ഇതൊക്കെ രണ്ട് രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്ന്, അവർ ഹാബിച്വലായിട്ട് അങ്ങനെ ചെയ്യുന്നവരായിരിക്കും. അതായത് മറ്റുള്ളവരെ ചതിക്കുക, പറ്റിക്കുക എന്നതിൽ ഒരു ത്രില്ല് കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു മാനസിക പ്രശ്നം അവർക്കുണ്ടാകും, ഒരു ബിഹേവിയറൽ ഡിസോർഡറായിട്ട് അവർക്കുണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടരുള്ളത്, അവരുടെ സാഹചര്യത്തിനനുസരിച്ച് മറ്റുള്ളവരെ പറ്റിക്കാൻ അല്ലെങ്കിൽ കള്ളം പറയാനൊക്കെ നിർബന്ധിതരാകുന്ന ആൾക്കാരുണ്ടാകും. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, കള്ളം പറയുന്ന ആൾക്കാരുടെ കള്ളങ്ങളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. നമുക്ക് കൃത്യമായ മെത്തേഡുകൾ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, അതിൽ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന്. അതായത് അവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ അങ്ങോട്ട് ചിന്തിച്ച് ഇങ്ങോട്ട് ചിന്തിച്ച് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങനെ കിടന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ അവർ പറയുന്ന സമയത്തുള്ളവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ വോയിസ് ടോൺ, ഇതൊക്കെ ശ്രദ്ധിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം, കുറച്ചുകൂടി ശാസ്ത്രീയം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, വെർബലായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്ത് പറയാൻ പറ്റും, നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് പറയാൻ സാധിക്കും. എന്നാൽ നേരെ മറിച്ച് ബോഡി ലാംഗ്വേജ് എന്നത് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അത് ഉപബോധ തലത്തിൽ നിന്നും വരുന്നതാണ്, സബ് കോൺഷ്യസ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ശരി, ഒരു കാര്യം ഞാൻ ഈ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയുന്നു, അതുപോലെ സ്റ്റേജിൽ നിന്ന് പറയുന്നു, അത് സെയിം കാര്യം ഒരാളോട് വ്യക്തിപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബോഡി ലാംഗ്വേജ് ഇതാവില്ല. കണ്ടൻറ്റ് ചിലപ്പോൾ സെയിം ആയിരിക്കും, പക്ഷെ ബോഡി ലാംഗ്വേജ് ഇതാവില്ല. കാരണം എന്താ? ബോഡി ലാംഗ്വേജിൽ വരുന്ന വ്യത്യാസത്തിന് കാരണം രണ്ട് ടൈപ്പ് ഓഡിയൻസ് ആണ്. ഒന്ന്, വലിയ ഒരു ഗ്രൂപ്പ് ഓഡിയൻസിനോടാണ് സംസാരിക്കുന്നത്, മറ്റേതിൽ നമ്മൾ ഒരൊറ്റ വ്യക്തിയോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബോഡി ലാംഗ്വേജിനനുസരിച്ചുള്ള വ്യത്യാസമുണ്ടാകും. പക്ഷേ ആ വ്യത്യാസം ഞാൻ പ്ലാൻ ചെയ്ത് വരുത്തുന്നതല്ല, സബ് കോൺഷ്യസ് ലെവലിൽ നിന്ന് വരുത്തുന്നതാണ്. ഇത്തരം ബോഡി ലാംഗ്വേജിലെ വ്യത്യാസമാണ് കുറച്ചുകൂടി എളുപ്പം. കള്ളം കണ്ടെത്തുന്നതിൽ പ്രൊഫഷണലൈസ്ഡ് ആയ ആൾക്കാരുണ്ട്. പോലീസുകാർ ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്, അതുപോലെ അധ്യാപകർ ആ വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് കുട്ടികളോട് ചോദ്യം ചോദിക്കുമ്പോൾ അവർ പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അധ്യാപകർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതിന് കാരണം, ഈ ഒരു നുണ പറയുന്നു, കള്ളത്തരം കാണിക്കുന്നു, ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതിന് അവർ പോലും അറിയാതെ അവർ ട്രെയിൻഡ് ആണ് എന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു വ്യക്തിക്ക് കാണാവുന്ന ബോഡി ലാംഗ്വേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗം ആൾക്കാരും ഉൾപ്പെടും. നിവർത്തികേട് കൊണ്ട് കള്ളം പറയുന്ന ആൾക്കാരെയും അതുപോലെ ഹാബിച്വലായിട്ട് കള്ളം പറയുന്നവരെ കണ്ടെത്താൻ പറ്റും. പക്ഷേ എല്ലാവരെയും കണ്ടെത്താൻ പറ്റില്ല. ആ പറ്റാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് വീഡിയോൻ്റെ അവസാനം നമുക്ക് പറയാം. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, അവരുടെ സംസാരത്തിൻ്റെ സ്പീഡിൽ വ്യത്യാസമുണ്ടായിരിക്കും എന്നതാണ്. കള്ളം പറയുന്ന സമയത്ത് ആളുകൾ പൊതുവെ ടെൻസ്ഡ് ആയിരിക്കും, അവർക്ക് ടെൻഷൻ കൂടും. ടെൻഷൻ കൂടുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ സംസാരത്തിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരും. ഒന്നുകിൽ വളരെ വളരെ സ്ലോ ആവും, ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ച്, ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച്, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വന്നുകൊണ്ടായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര സ്പീഡായിരിക്കും. ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ജനറൽ സംസാരിക്കുന്ന സ്പീഡ് എന്താണെന്ന് നമുക്കറിയണം. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, അവരുടെ ബോഡി ലാംഗ്വേജിന് മുകളിൽ കൺട്രോൾ ഉണ്ടാവില്ല, അൺകൺട്രോൾഡ് മൂവ്മെൻറ്റുകളായിരിക്കും എന്നതാണ്. അതായത് അവർ പെട്ടെന്ന് എക്സാജറേറ്റ് ചെയ്ത മൂവ്മെൻറ്റുകളുണ്ടാവും, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് സാധാരണ ബോഡി ലാംഗ്വേജിൽ കവിഞ്ഞ് എക്സാജറേറ്റ്, നമുക്ക് ദൂരെ നിന്ന് പോലും മനസ്സിലാക്കുന്ന രീതിയിൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജിലേക്ക് അവർ പോകും. അത് കൈയിൻ്റെ മൂവ്മെൻ്റ് ആവാം, കാലിൻ്റെ മൂവ്മെൻ്റ് ആവാം, ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതാവാം, ചിലർ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. അത് ഈ ഒരു ബോഡി ലാംഗ്വേജിൽ വരുന്ന എക്സാജറേഷൻ എന്ന് പറയുന്നത് കള്ളം പറയുന്നതിൻ്റെ ലക്ഷണമാണ്. കാരണം കള്ളം പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ പെട്ടെന്ന് കൂടുന്നുണ്ട്. ഇനി അടുത്തത്, അവർ സംസാരിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് തമ്മിൽ മിസ്മാച്ച് ഉണ്ടാകും എന്നതാണ്. ഉദാഹരണം, നമ്മളൊരു കാര്യം നോ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ബോഡി ലാംഗ്വേജ് ഇതാണ്, നോ. കാരണം നോ എന്ന് പറയുന്നതിനോട് നമ്മൾ ജനറലി ഈ ഒരു ബോഡി ലാംഗ്വേജാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ചില സമയങ്ങളിൽ ഈ നോ പറയുമ്പോഴും നോ,
എന്ന് നമ്മൾ അറിയാതെ പറയും. ഇത് പ്രത്യേകിച്ച് മനസ്സിലാകുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോഴേ സംഭവിക്കുക. പ്രത്യേകിച്ച് ഒരാളെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അയാൾ കള്ളം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ ബോഡി ലാംഗ്വേജ് സബ് കോൺഷ്യസ് ലെവലിൽ നിന്ന് വരും. സംസാരം അയാൾ ചിന്തിച്ച് സ്ക്രിപ്റ്റ് ചെയ്തുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അയാൾ പറയുന്നതൊന്നും ബോഡി ലാംഗ്വേജിൽ വരുന്നത് വേറൊന്നുമായിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ സിങ്ക് ആവാതെ വരും. അങ്ങനെ സിങ്ക് ആവാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന്. ഇനി അടുത്തത് അവരുടെ ഇമോഷണൽ ത്രഷോൾഡ് മാറും എന്നതാണ്. എന്താണ് ഇമോഷണൽ ത്രഷോൾഡ് എന്ന കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഒരാൾക്ക് താങ്ങാവുന്ന വൈകാരികമായ പ്രഷറിനെയാണ് ഇമോഷണൽ ത്രഷോൾഡ് എന്ന് പറയാം. അതായത് നമ്മളിങ്ങനെ അയാളെ ടെൻഷൻ അടുപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കളിയാക്കുകയാണ്, ഇറിറ്റേറ്റ് ചെയ്യുകയാണ്, എങ്ങനെയെങ്കിലും അയാളെ വൈകാരികമായിട്ട് നമ്മളൊന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ കള്ളം പറയുന്ന അല്ലെങ്കിൽ ടെൻസ്ഡ് ആവുന്ന കള്ളത്തരം ചെയ്യുന്ന ആ ഒരാളുകൾക്ക് അത് നിയന്ത്രിക്കാൻ പറ്റില്ല. അവർ പെട്ടെന്ന് നമ്മളോട് ദേഷ്യപ്പെടും, പെട്ടെന്ന് അവർ ഒച്ചയെടുക്കും, പെട്ടെന്ന് അവരാകെ കരയുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമോഷണൽ ലെവലിലേക്ക് അവർ പോകും, അല്ലെങ്കിൽ അതിനെ ചിരിച്ചു തള്ളും, എന്തെങ്കിലും ഒരു രീതിയിലുള്ള വൈകാരിക പ്രകടനങ്ങളിലേക്ക് പോകും. അത്തരം വൈകാരിക പ്രകടനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കാനും അവർക്ക് രക്ഷപ്പെടാനും വേണ്ടി അവർ കളിക്കുന്നൊരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. ഇത്തരം ഒരു ഇമോഷണൽ ആയിട്ടുള്ള റെസ്പോൺസ് മാത്രം അവരിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അവിടെ എന്തോ കള്ളത്തരം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് പൊതുവേ കുട്ടികളും അതുപോലെ കള്ളന്മാരും ഒക്കെ ചെയ്യും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർക്ക് അപ്പം രക്ഷപ്പെടണം. അതിനുവേണ്ടി അവരുടെ മനസ്സ് താൽക്കാലികമായൊരു വഴി കണ്ടെത്തുകയാണ്. മനഃശാസ്ത്രപരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വലിയൊരു പ്രോസസ്സാണത്. അതുകൊണ്ട് അത്തരം ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്ത പോയിന്റിലേക്ക് പോകും. അടുത്ത പോയിൻ്റ് ഒരല്പം കൂടെ ബുദ്ധിമുട്ടാണ്. അത് കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അവസാനത്തേക്ക് പറയുന്നത്. അത് ഐ മൂവ്മെൻ്റ് ആണ്, കണ്ണിൻ്റെ മൂവ്മെൻറ്റ്. ഞാനിത് സിമ്പിളായിട്ട് പറയാം. കള്ളം പറയുന്ന ആളുകൾ ചിന്തിച്ചിട്ടാണ് പറയുക. അതായത് അവിടെ യുക്തിയാണ്, ലോജിക്കാണ് വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് സത്യം പറയുമ്പോഴും ഓർത്തെടുത്ത് പറയുമ്പോഴുമൊക്കെ അതിൽ അവർ മെമ്മറിയാണ് ഉപയോഗിക്കുക. മെമ്മറി എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈകാരികതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു ലോജിക്കലായ ഒരു ചോദ്യം ഒരാളോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ് ചിന്തിക്കുക, 5 3 എത്രയാണ് 8. അപ്പോൾ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോജിക്കലായിട്ട് പോകും. അവരുടെ കണ്ണ് എപ്പോഴും മേലേക്കും അതുപോലെ ഇടത്തേക്കുമാണ് പോകുന്നത്. ഇനി നേരെ മറിച്ച് വൈകാരികമായൊരു കാര്യം ചോദിക്കുമ്പോൾ എന്താ സംഭവിച്ചത്, എങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു പോകുന്ന സമയത്ത് അവർ താഴേക്കും വലത്തേക്കുമായിരിക്കും നോക്കുക. അവരിങ്ങനെയായിരിക്കും ചിന്തിക്കുക. ഇതൊരു ജനറൽ ബോഡി ലാംഗ്വേജാണ്. ഇത് എല്ലാവരിലും ശരിയായിക്കോളണമെന്നില്ല, പക്ഷേ ഇത് ജനറലി ആളുകൾ കാണുന്നവരാണ്. കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ രീതിയിൽ കള്ളം കണ്ടുപിടിക്കേണ്ടി വരുന്ന സാഹചര്യം, പ്രത്യേകിച്ച് പോലീസുകാർ കള്ളന്മാരെ ചോദ്യം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മളൊരു ക്രോസ് ക്വസ്റ്റ്യൻ നടക്കുമ്പോൾ, ക്രോസ് വിസ്താരം നടക്കുമ്പോഴൊക്കെ ഇത്തരം ബോഡി ലാംഗ്വേജുകൾ ആളുകൾ ശ്രദ്ധിക്കും എന്നതാണ്. കാരണം നമ്മളിത് ബോധപൂർവ്വം ശ്രദ്ധിക്കാറില്ല, പക്ഷേ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഇനി ഇതൊക്കെയാണ് ബോഡി ലാംഗ്വേജിലെ പറ്റി. ഇതൊക്കെ നമുക്ക് ബോധപൂർവം ട്രെയിനിങ്ങിലൂടെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. 2 ബോണസ് പോയിന്റുകൾ കൂടി ഞാൻ പറയാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സത്യം പറഞ്ഞാൽ കള്ളന്മാരെ തിരിച്ചറിയാൻ എങ്ങനെയാണ് ഉപയോഗിക്കുക. ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിത് നോട്ട് ചെയ്യുന്നുണ്ട് ആളുകളിൽ. ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, അയാളോട് നിങ്ങൾ അടുത്തിടപഴകുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അയാളുടെ ബോഡി ലാംഗ്വേജ് മുഴുവനായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ നിന്ന് പലപ്പോഴും തോന്നും ഇത് ശരിയല്ല, ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ബോധപൂർവം കാണാത്ത കാര്യങ്ങൾ ഉപബോധ തലത്തിൽ കാണുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങൾക്ക് തരുന്ന സിഗ്നലാണത്. അത്തരം സിഗ്നലുകളെ പാടെ അവഗണിച്ച് കളയരുത്. അതാണ് ബേസിക് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ബോണസ് പോയിൻ്റ്, ഇത് വർക്കൗട്ട് ആവാത്ത ആൾക്കാരൊക്കെയാണ്. ഏതൊരു സിദ്ധാന്തത്തിനും ഒരു എക്സെപ്ഷൻ ഉണ്ടാവുമല്ലോ. കള്ളം പറയുമ്പോൾ കുറ്റബോധം ഉണ്ടാകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ്സ് കൂടാനും ടെൻഷൻ കൂടാനും ഒക്കെയുള്ള കാരണം. കുറ്റബോധം തോന്നാത്ത ചില ആൾക്കാരുണ്ട്. ചില തരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾ, സൈക്കോപാതി, സോഷ്യോപ്പതി പോലെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരിൽ ഈ ഒരു കുറ്റബോധത്തിൻ്റെ എലമെൻ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കള്ളം പറയുമ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ടാവില്ല. അതുപോലെ തന്നെ പ്രൊഫഷണലി ട്രെയിൻഡായ ക്രിമിനൽസിന് ഈ ഒരു പ്രശ്നമുണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുറ്റകൃത്യങ്ങളും കള്ളത്തരങ്ങളും ചെയ്ത് അവരുടെ മനസ്സ് ട്രെയിൻഡ് ആയിട്ടുണ്ടാവും, മനസ്സ് സ്ട്രോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ കാര്യങ്ങളൊന്നും പറയുമ്പോൾ അവർക്ക് വലിയ ഗിൽറ്റൊന്നും ഉണ്ടാവില്ല.
അതിന് കുറ്റബോധം ഉണ്ടാകുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച് മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ കള്ളം പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ബോഡി ലാംഗ്വേജിലെ വ്യത്യാസങ്ങളും കള്ളന്മാരായ ആൾക്കാരെ തിരിച്ചറിയാൻ ഏറ്റവും റിലയബിൾ ആയ വഴിയും. പ്രിയപ്പെട്ടവരെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.